ഇപ്പോൾ സ്ഥിരം രാവിലെ കുറച്ച് ശേഷം മഴയൊക്കെ ഉള്ളതുകൊണ്ട് ചെടിയൊന്നും നനയ്ക്കേണ്ടി വരാറില്ല എന്നുള്ളതാണ്. ഇനി വെട്ടിക്കൊടുക്കാനുള്ള കുറെ അധികം ചെടികളുണ്ട്. അതൊക്കെ ഇനി മഴക്കാലം തുടങ്ങുമല്ലേ, അപ്പോൾ അതൊക്കെ ചെയ്യണം. ഈ ഒരു വീടിന്റെ സൈഡിൽ ഞാൻ കംപ്ലീറ്റ് ഇലച്ചെടികളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു ചെടികളൊക്കെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റി ഒന്ന് റെഡിയാക്കാൻ പോണേ. ജസ്റ്റ് നീണ്ടു വളർന്നതൊക്കെ ഒന്ന് മുറിച്ച് റെഡിയാക്കി എടുക്കണം. ഇത് ഏത് ചെടിയാണെന്ന് മനസ്സിലായോ? ഡംകെയിനും പിന്നെ ഡിഫൻബാക്കിയ എന്നൊക്കെയാണ് ഈ ഒരു ചെടിയുടെ പേര് വരുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ ചെടി ഭയങ്കര വിവാദമൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര പോയിസൺ ആണ്, പശു ഇത് കഴിച്ചിട്ട് അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായി, അതൊക്കെ സത്യമാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഈ ചെടികളുടെ ഇലകളോട് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ട്രോപ്പിക്കൽ ഗാർഡൻ ലുക്കൊക്കെ തരാനായിട്ട് ഈ ചെടി സഹായിക്കും. പിന്നെ പോയിസൺ ആണോ ചോദിച്ചാൽ പോയിസൺ ആണ്. അങ്ങനെ നോക്കി വളർത്താൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പല ചെടികളും നമുക്ക് വളർത്താൻ പറ്റില്ല. കാരണം മിക്ക ചെടികളും പോയിസൺ തന്നെയാണ്. നമ്മൾ കഴിച്ചു നോക്കാണ്ടിരുന്നാൽ മാത്രം മതി. പിന്നെ കുട്ടികളുള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ വീടിന്റെ ഉള്ളിൽ ഈ ചെടി വളർത്താണ്ടിരിക്കാൻ നോക്കുക. പിന്നെ ഈ ചെടി നോക്കാൻ ഭയങ്കര എളുപ്പമാണ്. എവിടെ വേണമെങ്കിലും വെച്ച് കട്ട് ചെയ്ത് വെറുതെ മണ്ണിലോട്ട് വലിച്ചെറിഞ്ഞാൽ പോലും അവിടെ കിടന്ന് മുളച്ചു വരും. ഈ ഡംകെയിൻ നടാൻ വേണ്ടിയിട്ട് ചെടി കംപ്ലീറ്റ് വേണമെന്നില്ല. ഇതുപോലെ തണ്ടിന്റെ കഷ്ണങ്ങൾ ജസ്റ്റ് മണ്ണിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചെടി മുളച്ചു വരും. പിന്നെ ഡയറക്റ്റ് വെയിലടിക്കാത്ത ഭാഗത്ത് മാത്രമേ നമുക്ക് ഈ ചെടി വളർത്താൻ പറ്റുള്ളൂ. എന്തായാലും ഇതിൻ്റെയൊക്കെ വളർച്ചയൊക്കെ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ.